നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് നമ്പർ സീരീസിലെ പാർട്ട് 4 പഠിക്കുന്നത്. അതായത് സ്ക്വയർ സീരീസ്. നമ്മൾ പ്ലസ് സീരീസ്, ഡിവിഷൻ സീരീസ് ഒക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ സ്ക്വയർ സീരീസ് ആണ് പഠിക്കുന്നത്. 1, 4, 9, 16, 25 കാണുമ്പോൾ തന്നെ അറിയാം സ്ക്വയർ നമ്പേഴ്സ് ആണ് അല്ലേ. 1ന്റെ സ്ക്വയർ 1, പിന്നെ ഇത് 2ന്റെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ, ഇത് 2ന്റെ സ്ക്വയർ, ഇത് 3ന്റെ സ്ക്വയർ, ഇത് 4ന്റെ സ്ക്വയർ, ഇത് 5ന്റെ സ്ക്വയർ. അടുത്തത് എത്രയാ? നമുക്ക് പെട്ടെന്ന് അറിയാം, 6ന്റെ സ്ക്വയർ 36, 36 ആയിരിക്കും അല്ലേ. അടുത്തത് നോക്കിക്കേ, 144 എത്രയുടെ സ്ക്വയർ ആണ്? 12 × 12 146. ഇത് 169, 13 × 13 169. ഇതോ 14 സ്ക്വയർ 196. ഇതോ 15 × 15 225. അടുത്തോ 16 അല്ലേ. 16 16 256 ഉണ്ടോ. അങ്ങനെ സ്ക്വയറിന്റെ ആണ് ഈ സീരീസ്. അടുത്ത് നോക്കി 64. 64 എന്ന് പറയുമ്പോൾ ഏതിൻ്റെയാണ്? 8 സ്ക്വയർ അല്ലേ 64. ഇതോ 49 7 സ്ക്വയർ അല്ലേ. 36 6 സ്ക്വയർ, കുറഞ്ഞു വരുന്നത്. 25 5 സ്ക്വയർ. അപ്പൊ ഇതിവിടെ എത്രയായിരിക്കും? 4 സ്ക്വയർ അല്ലേ. 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. അതുകൊണ്ടോ 8 സ്ക്വയർ 7 സ്ക്വയർ 6 സ്ക്വയർ 5 സ്ക്വയർ 4 സ്ക്വയർ. അടുത്ത് വന്നാൽ എത്ര വരുമായിരിക്കും? 3 സ്ക്വയർ ആയിരിക്കും, 9 ആയിരിക്കും ഉത്തരം അല്ലേ. അടുത്തത് 2, പിന്നെ 3, 8. അതെങ്ങനെ വരും? ഈ 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 4ൽ നിന്ന് 1 കുറച്ചല്ലേ എഴുതിയേക്കണേ. ഇപ്പൊ 2 സ്ക്വയർ മൈനസ് 1. ഇവിടുത്തെ സംഖ്യയുടെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചാ ഇവിടെ വന്നേക്കുന്നത് 3. സ്ക്വയർ സീരീസ് ഇല്ല, അപ്പൊ സ്ക്വയറേ വരുള്ളൂ. അടുത്ത എങ്ങനെ വരും അന്നേരം? 3ന്റെ സ്ക്വയർ കാണണം. എത്രയാ? 9 മൈനസ് 1. 3 സ്ക്വയർ അല്ലേ. 3 സ്ക്വയർ 9, 9 1 8. അപ്പൊ അടുത്ത എങ്ങനെയായിരിക്കും? 8ന്റെ സ്ക്വയർ എത്രയാണ്? 8 സ്ക്വയർ മൈനസ് 1. 8ന്റെ സ്ക്വയർ 64, 1 കുറയ്ക്കുമ്പോൾ 63. ശരിയല്ലേ. അപ്പൊ അങ്ങനെ അടുത്ത എങ്ങനെ വരും? 63ന്റെ സ്ക്വയർ കണ്ടിട്ട് 1 കുറയ്ക്കണം അല്ലേ. ഇവിടെ 2ന്റെ സ്ക്വയർ കണ്ടിട്ട് 1 കുറച്ചു, 3ന്റെ സ്ക്വയർ കണ്ട് 1 കുറച്ചു, 8ന്റെ സ്ക്വയർ കണ്ട് 1 കുറച്ചു. ഇനി 63ന്റെ സ്ക്വയർ കണ്ടിട്ട് 1 കുറയ്ക്കണം. അതുണ്ടോ 63 × 63 3 9 3 18 6 3 18 6 36 1 37 9 8 16 8 9 4969 എന്ന് വരും. അതിൽ നിന്ന് 1 കുറച്ചല്ലേ എഴുതിയേക്കണം ഇവിടെ. അതെ 8 9 അതെ 3969 അല്ലേ. ഇതിൽ നിന്ന് 1 കുറച്ച് വേണം എഴുതാൻ. അപ്പൊ എത്ര ഒരു 3968 അല്ലേ. കാരണം ഇവിടെയൊക്കെ എങ്ങനെ, സോറി ഇവിടെയല്ല, 3968. ഇവിടെ 1 കുറച്ചല്ല നമ്മൾ ഇത്. ഇവിടെ സ്ക്വയർ കണ്ടിട്ട് 1 കുറച്ച്, സ്ക്വയർ കണ്ട് 1 കുറച്ചു, സ്ക്വയർ കണ്ട് 1 കുറച്ചു, സ്ക്വയർ കണ്ട് 1 കുറച്ച് ചെയ്യുമ്പോൾ 3969 ആണ് സ്ക്വയർ കാണുമ്പോൾ. എന്നിട്ട് 1 കുറയ്ക്കുമ്പോൾ 3968. അങ്ങനെ. അടുത്ത് നോക്കിയേ, 4 എന്ന് പറയുമ്പോൾ 2 സ്ക്വയറാ അല്ലേ. 9 എന്ന് പറയുമ്പോഴോ 3 സ്ക്വയറാ. 25 5 സ്ക്വയറാ. 49 7 സ്ക്വയർ. അതെന്താ അങ്ങനെ അക്രമം? 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ അങ്ങനെ എല്ലാവരും. എന്നാ 1 3 5 7 ഈ ഓഡ് നമ്പേഴ്സും അല്ല, 2 4 6 8 ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയറും അല്ല. പിന്നെ എന്താണ്? പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. എങ്ങനെ മനസ്സിലായി? 2 3 5 7 ഇവ തുടർച്ചയായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് അല്ലേ. അപ്പൊ അടുത്ത പ്രൈം നമ്പർ എത്രയാണ്? 11 അല്ലേ. അത് തന്നെ 11 11 121 ആയിരിക്കും ആൻസർ അല്ലേ. അപ്പം 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49, 11ന്റെ സ്ക്വയർ 121. 7 കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത പ്രൈം നമ്പർ 11 ആണല്ലോ. അതാണ് അതിന്റെ സ്ക്വയർ ആണ് 121. അപ്പോൾ ഇത് പല രീതിയിൽ കൂടെ ഉണ്ട്. ആഡ് ചെയ്യാനുള്ളതായിരിക്കും, ചിലപ്പോൾ മൈനസ് ചെയ്യാനുള്ളതായിരിക്കും, സ്ക്വയർ ചെയ്യാനുള്ളതായിരിക്കും, ഡിവിഷൻ ആയിരിക്കും. ഇങ്ങനെ സീരീസ് ഇതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് മാർക്ക് പോകാതിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.